വിശദാംശങ്ങളിലേക്ക് പോകാം. ഒരു വിയോഗ വാർത്തയിലേക്കാണ് ആദ്യം എത്തുന്നത്. ചലച്ചിത്ര സംവിധായകൻ എം മോഹൻ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പക്ഷേ ശാലിനി എന്റെ കൂട്ടുകാരി, ഇടവേള, വിട പറയും മുമ്പ്, അങ്ങനെ ഒരു അവധിക്കാലത്ത് രണ്ട് പെൺകുട്ടികൾ തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, ആ, സിനിമയിൽ വളരെ സജീവമായിരുന്ന ഒരു വ്യക്തിത്വം, നല്ല സിനിമകൾ, ക്ലാസിക് സിനിമകൾ, സൂപ്പർ ഹിറ്റ് സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? വിജി അസുഖബാധിതനായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അല്പസമയം മുമ്പാണ് സംവിധായകൻ എം മോഹൻ വിട പറയുന്നത്. ഫിജി പറഞ്ഞതുപോലെ ഒരുപിടി ക്ലാസിക് സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച ഹിറ്റ് മേക്കർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സംവിധായകനെയാണ് മോഹന്റെ വിയോഗത്തിലൂടെ മലയാളിക്ക് നഷ്ടമായത്. പക്ഷേ ശാലിനി, എന്റെ കൂട്ടുകാരി, ഇടവേള, വിട പറയും മുമ്പ്, അങ്ങനെ ഒരു അവധിക്കാലത്ത് രണ്ട് പെൺകുട്ടികൾ തുടങ്ങി മലയാളിക്കര ഏറ്റുവാങ്ങിയ അല്ലെങ്കിൽ ഹൃദയത്തോട് ഏറ്റെടുത്ത ഒരുപിടി ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചാണ് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഒരു അവധിക്കാലത്ത് മുഖം, ശ്രുതി, ആലോലം, വിട പറയും മുമ്പ് എന്നീ 5 സിനിമകൾക്ക് തിരക്കഥയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഏറെ നാളായി അസുഖബാധിതനായ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ വിയോഗം ഉണ്ടായിരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട സ്വദേശിയാണ്. തന്റെ രണ്ട് പെൺകുട്ടികൾ എന്ന സിനിമയിലെ നായികയായ അനുപമയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. മലയാള സിനിമയുടെ എക്കാലത്തെയും സുവർണകാലമായ 80കളിൽ മുൻനിര സംവിധായകനിൽ ഒരാളാണ് അല്പസമയം മുമ്പ് വിട പറഞ്ഞ എം മോഹൻ. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമയ്ക്കും സിനിമാ മേഖലയ്ക്കും വളരെ വലിയ നഷ്ടമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഫിജി നേരത്തെ പറഞ്ഞതുപോലെ ഒരുപിടി നല്ല സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച, അല്ലെങ്കിൽ ഒരുപിടി നല്ല സിനിമകൾ അഗ്രപാളിയിൽ എത്തിച്ച സംവിധായകനാണ് എം മോഹന്റെ വിയോഗത്തിലൂടെ മലയാള സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. ഫിജി, ശരി നിതിൻ, ഇപ്പോൾ കമലേഷും നമ്മോടൊപ്പം ചേരുന്നു. കമലേഷ്, ക്ലാസിക് സിനിമകൾ അത് സൂപ്പർ ഹിറ്റായി ഒരുക്കുക, സംഗീത സാന്ദ്രമാക്കുക, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും അത് ആവർത്തിച്ച് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ജനഹൃദയങ്ങളിൽ അതുപോലെ പറ്റിച്ചേർന്ന ഒരു സംവിധായകനും സിനിമകളും. എങ്ങനെയാണ് മോഹന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് നഷ്ടമുണ്ടാക്കുക? ഫിജി, തീർച്ചയായും മലയാള സിനിമയെ സംബന്ധിച്ച് നികത്താനാവാത്ത ഒരു നഷ്ടം എന്ന് തന്നെ സംവിധായകൻ മോഹൻ്റെ വിയോഗത്തെ കാണേണ്ടി വരും. 80കളിലെ സംവിധായകരുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലേറ്റവും പ്രഗത്ഭരായ ഹിറ്റ് സംവിധായകരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനിയാണ് മോഹൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിരവധി ചിത്രങ്ങൾ, അതായത് മലയാളി സിനിമാ ആസ്വാദകരുടെ ഹൃദയത്തിൽ എക്കാലവും തങ്ങി നിൽക്കുന്ന നിരവധി ചിത്രങ്ങൾ, ശാലിനി എൻ്റെ കൂട്ടുകാരി, അതുപോലെ തന്നെ പക്ഷേ, രണ്ട് പെൺകുട്ടികൾ അടക്കമുള്ള നിരവധി ചിത്രങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മലയാളത്തിന് ലഭിച്ചിട്ടുള്ളത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം 5ഓളം സിനിമകൾക്ക് തിരക്കഥയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം പി വേണുവിൻ്റെ സഹായി എന്നുള്ള നിലയിലേക്കാണ് അദ്ദേഹം മലയാള സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് ജോൺ പോൾ, അതുപോലെ തന്നെ നിരവധി സംവിധായകൻ, മലയാളത്തിൻ്റെ ഗന്ധർവൻ എന്ന് നമ്മൾ പറയുന്ന മറ്റ് നിരവധി സംവിധായകരുടെ കൂടെയൊക്കെ തന്നെ അദ്ദേഹത്തിന് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കൂട്ടുകെട്ടുകളുടെ ഭാഗമായിട്ടും നിരവധി ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണ് മോഹൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്വാഭാവികമായും മലയാള സിനിമാ മേഖലയെ അങ്ങേയറ്റം ഒരു നികത്താനാവാത്ത, അല്ലെങ്കിൽ വലിയൊരു വിടവാണ് മോഹൻ്റെ വിയോഗത്തിലൂടെ മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ദീർഘകാലമായി അദ്ദേഹം ചികിത്സയിൽ തുടരുകയായിരുന്നു. അതിനിടെയാണ് ഇന്നിപ്പോൾ കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ അദ്ദേഹം അന്തരിച്ചിരിക്കുന്നത് എന്നതാണ് നിലവിലെ വാർത്ത. ഏതായാലും മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ ഒരു നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ്. നമുക്കറിയാം, പ്രണയമായിരുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം സിനിമകളിലും അദ്ദേഹം വിഷയമാക്കിയിരുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള പ്രണയം അദ്ദേഹം ആഖ്യാനം ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലെസ്ബിയനിസം പോലും അദ്ദേഹം തൻ്റെ സിനിമയിൽ പ്രമേയമാക്കി എന്നുള്ളതാണ്. അക്കാലത്ത് അതിനെക്കുറിച്ചൊന്നും കേട്ടുകേൾവിയില്ലാത്ത, അതൊന്നും അംഗീകരിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ പോലും, ഒരു പരിതസ്ഥിതിയിൽ പോലും അത് അദ്ദേഹം വിഷയമാക്കി എന്നുള്ളതാണ്. അതുപോലെ സംഗീതത്തിന് ഏറെ നല്ല പാട്ടുകൾ ഉൾപ്പെടുത്തി എന്നുള്ളത് എല്ലാ ചിത്രങ്ങളുടെയും മനോഹരിതയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ സംവിധായകനെ എങ്ങനെ കാണേണ്ടതുണ്ട്?
തീർച്ചയായും ഫിജി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലെസ്ബിയൻ ഒരു തീമൊക്കെ കൊണ്ടുവരുന്നത് ആ കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടമല്ല, ആ കാലഘട്ടത്തിലടക്കം അതിനുള്ള ധൈര്യം കാണിച്ച ഒരു സംവിധായകൻ തന്നെയാണ് മോഹൻ എന്നത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. രണ്ട് പെൺകുട്ടികൾ എന്ന പെട്ടെന്ന് അദ്ദേഹത്തിന്റെ തിരിച്ചെത്താം. ചിത്രം. നടി ജലജ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി ജലജ, താങ്കൾക്ക് ഒരു സിനിമാ മേഖലയിൽ നല്ലൊരു സ്ഥാനം ഉറപ്പിച്ചെന്ന സംവിധായകനാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഈ സമയത്ത് അദ്ദേഹം വിട പറയുമ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നത്? അത് എൻ്റെ കരിയർ തുടക്കത്തിൽ വന്ന ഒരു നല്ല കഥാപാത്രം, അത് ഇന്നും ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം, അമ്മു എന്ന് പറഞ്ഞ ക്യാരക്ടർ ശാലിനിയുടെ കൂട്ടുകാരിയിൽ അത് ചെയ്യാൻ ഉള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. പത്മരാജൻ സാറാണ് ആ കഥ പറഞ്ഞു തന്നത്. അപ്പൊ തന്നെ ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. അതിലെ ക്യാരക്ടറും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് ചെയ്യാനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്തു, മോഹൻ സാർ കാസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വളരെ ഒരു വലിയ കാര്യമാണ്. എന്താ വെച്ചാൽ ഒരു പുതുമുഖ ആയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, കരിയർ ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഇങ്ങനെയുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തരിക, അത് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് വളരെയധികം ഒരു എന്താണ് എനിക്കതൊരു വളരെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള പടങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ജലജ എന്നുള്ള നടി തന്നെ അറിയപ്പെടാൻ തുടങ്ങുന്നത്. അതിലെ നേരത്തെ സൂചിപ്പിച്ച പോലെ മനോഹരമായ ഗാനങ്ങൾ, അത് ഇന്നും എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു കോളേജ് ജീവിതം, എന്നിട്ട് അതിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അങ്ങനെ എല്ലാം കൂടെ ആൾക്കാർക്ക് ആ സമയത്ത് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ് അത്. ഇപ്പോഴാണേലും ആ സമയത്ത് പടങ്ങൾ കണ്ട ആൾക്കാർ ഇപ്പോഴാണേലും കാണുകയാണെങ്കിലും എൻ്റെ ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ ആ പാട്ടുകൾ, അവർ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ പറയും, മാഡം അഭിനയിച്ച പടത്തിലെ പാട്ടാണ് ഞങ്ങൾ പാടാൻ പോകുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. എന്നുവെച്ചാൽ നമ്മളുടെ ക്യാരക്ടർ ഇന്നും അവരുടെ മനസ്സിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് മോഹൻ സാറിന്റെ ഡയറക്ഷന്റെ മികവ് കൊണ്ടാണല്ലോ. അപ്പൊ അദ്ദേഹം അങ്ങനെയുള്ള കുറെ സിനിമകൾ ചെയ്തു. മലയാള സിനിമയ്ക്ക് തന്നെ കുറെ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് വലിയ ലോസ് ആണ്. ശ്രീമതി ജലജ, താങ്കൾ പറഞ്ഞു വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു മലയാള സിനിമയ്ക്ക് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ പൊതുവായി എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? താങ്കൾ അഭിനയിച്ച സിനിമകളിൽ അദ്ദേഹത്തിന്റെ സംവിധാനത്തിന് കീഴിൽ വന്ന ഒരുങ്ങിയ ചിത്രങ്ങൾ, പ്രത്യേകിച്ച് ക്ലാസിക് സിനിമകളായിരിക്കും എങ്കിലും അത് നമുക്കറിയാം, ക്ലാസിക് ഒരു വശത്ത് നിൽക്കുമ്പോൾ സൂപ്പർ ഹിറ്റ് മറ്റൊരു വശത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് രണ്ടും കൂടെ ഒന്നിൽ അഭ്രപാളികളിൽ പതിപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. കൂടുതൽ സംഗീതം, നല്ല പാട്ടുകൾ ഉള്ള ചിത്രങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സംവിധാന മികവ് അറിയേണ്ടത്? എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലഘട്ടത്തിന് മുമ്പേ ഉള്ള എന്താണ് വിഷയങ്ങൾ, ഒരു സോഷ്യൽ ഇവന്റ്സും ഇഷ്യൂസും ഒക്കെ കൈകാര്യം ചെയ്ത ഒരാളാണ്. സോ വളരെ മനോഹരമായിട്ട് തന്നെ ജനങ്ങളിലേക്ക് അത് ഇപ്പൊ പറഞ്ഞ പോലെ ആ പടങ്ങളൊക്കെ നന്നായിട്ട് ഓടിയ പടങ്ങളാണ്. അപ്പം പടങ്ങൾക്കും മേന്മയുണ്ടായിരുന്നു, അതേപോലെ ബോക്സ് ഓഫീസിലും അത് നന്നായിട്ട് ഓടിയ പടങ്ങളുമായിരുന്നു. അപ്പം അതിനുള്ള ഒരു എന്താണ് എങ്ങനെ പറയുക, അതിനുള്ള ഒരു കഴിവുള്ള ഒരു ഡയറക്ടർ തന്നെയായിരുന്നു അദ്ദേഹം. ശരി, വളരെ നന്ദി ശ്രീമതി ജലജ. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സിനിമാ പ്രവർത്തനങ്ങൾ ഓർത്തെടുത്തതിന് നന്ദി. ഇപ്പോൾ കമലേഷിലേക്ക് തിരികെ പോകുന്നു. കമലേഷ്, അദ്ദേഹത്തിന്റെ സിനിമയിലെ പ്രണയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയായിരുന്നു. അതെങ്ങനെ തുടരേണ്ടതുണ്ട്? ഫിജി, തീർച്ചയായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ലെസ്ബിയൻ തീമൊക്കെ സിനിമയിലേക്ക് ആ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. രണ്ട് പെൺകുട്ടികൾ എന്ന ചിത്രത്തിൻ്റെ കഥ പൂർണ്ണമായും ആ നിലയിൽ അത്തരമൊരു വിഷയം വളരെ സമഗ്രമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഫിജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി സംഗീതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിത്രം, ഈ പക്ഷേ അടക്കമുള്ള സിനിമകളിൽ സൂര്യാംശു ഓരോ വയൽപ്പൂവിലും എന്ന് തുടങ്ങുന്ന പാട്ടൊക്കെ, അത്തരത്തിൽ നിരവധി ഹിറ്റ് പാട്ടുകളടക്കം സംഭാവന നൽകിയിട്ടുള്ള നിരവധി ചിത്രങ്ങളാണ് അദ്ദേഹം മലയാളത്തിന് നൽകിയിട്ടുള്ളത് എന്നതാണ്. അതുപോലെ തന്നെ ഇടവേള ബാബുവിനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്, ഇടവേള ബാബുവിൻ്റെ പേര് തന്നെ ഇടവേള എന്ന സിനിമയിൽ അഭിനയിച്ചതിന് പിന്നാലെയാണ് ബാബുവിന് ഇടവേള ബാബു എന്ന പേര് തന്നെ വരുന്നത്. അത് മോഹൻ്റെ ചിത്രമാണ് ഇടവേള. അതുപോലെ തന്നെ ഇന്നസെൻ്റ് അടക്കമുള്ള ആളുകൾ, ഇരിങ്ങാലക്കുട സ്വദേശിയാണ് മോഹൻ. അതുപോലെ തന്നെ ഇവരെല്ലാവരും അത്തരത്തിലൊരു പശ്ചാത്തലമുള്ള ആളുകളാണ്. ഇവരെയെല്ലാം സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് മോഹനാണ്. ആ നിലയിൽ വലിയ ഒരു സംഭാവന മലയാളത്തിന് അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
1978 വാടക വീട് എന്ന സിനിമയിലൂടെയാണ് ഒരു സ്വതന്ത്ര സംവിധായകൻ എന്ന നിലയിൽ മലയാളത്തിലേക്ക് അദ്ദേഹം വരുന്നത്. പിന്നാലെ വന്ന ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 2 പെൺകുട്ടികൾ, അതുപോലെ തന്നെ ശാലിനി എൻ്റെ കൂട്ടുകാരി, വിട പറയും മുമ്പേ, ഇളക്കങ്ങൾ തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകൻ എന്ന നിലയിൽ മോഹൻ ഈ മലയാള സിനിമാ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് ചാർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹത്തെ തന്നെ മലയാളത്തിൽ അടയാളപ്പെടുത്തുന്ന ഈ ചിത്രങ്ങളിലൂടെയാണ്. അതോടൊപ്പം ഈ വിട പറയും മുമ്പേ എന്ന ചിത്രത്തിലൂടെയാണ് നെടുമുടി വേണു ആദ്യമായി നായകനായി എത്തുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇടവേള ബാബു എന്ന പേര് ലഭിക്കുന്നത് ഇടവേള എന്ന ചിത്രത്തിലൂടെയാണ്. അതോടൊപ്പം തന്നെ ഈ ആലോലം, രചന, മംഗളം നേരുന്നു, തീർത്ഥം, ശ്രുതി, ഒരു കഥ, ഒരു നുണക്കഥ, ഇസബെല്ല, പക്ഷേ, സാക്ഷ്യം, അങ്ങനെ ഒരു അവധിക്കാലത്ത്, മുഖം തുടങ്ങിയ സിനിമകളെല്ലാം മലയാളത്തിൽ ഏറെ ശ്രദ്ധേയമായ സിനിമകളാണ്. അതോടൊപ്പം അങ്ങനെ ഒരു അവധിക്കാലത്ത് മുഖം, ശ്രുതി, ആലോലം, വിട പറയും മുൻപേ എന്നീ സിനിമകൾക്ക് തിരക്കഥയും അദ്ദേഹം ഒരുക്കുന്ന സാഹചര്യം. 2005 പുറത്തിറങ്ങിയ ദ ക്യാമ്പസ് ആണ് അവസാനമായി അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രം. പുതിയ സിനിമ ചെയ്യാനുള്ള ചില ഒരുക്കങ്ങളിലായിരുന്നു അദ്ദേഹം എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടെയാണ് അസുഖബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്. പിന്നീട് മടങ്ങി വരാനോ സിനിമയിൽ സജീവമാകാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ദീർഘകാലമായി, കഴിഞ്ഞ 1 വർഷക്കാലമായി അദ്ദേഹം ചികിത്സയിൽ തുടരുകയായിരുന്നു. അതിനുശേഷമാണ് ആദ്യം സംഭവിച്ചത്. കമലേഷ്, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ സംവിധായകൻ ഭദ്രൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഭദ്രൻ, വലിയ ഒരു സംവിധായകനെ നമുക്ക് മലയാളത്തിന് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഇപ്പോഴും പകരം വെക്കാൻ സിനിമകളില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ താങ്കൾക്ക് നേരിട്ട് അദ്ദേഹത്തെ ഒരു വ്യക്തിത്വത്തെ എങ്ങനെ താങ്കൾ മനസ്സിൽ കുറിക്കുന്നുണ്ട്? വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ ഇപ്പോൾ രാവിലെയാണ് കാണുന്നത്. ഞാൻ വളരെ ഷോക്കായിപ്പോയി. കാരണം മറ്റൊന്നുമല്ല, ഒരു 2-3 പ്രാവശ്യമായിട്ട് മോഹനെ അവിടെ പോയി വീട്ടിൽ പോയി കാണണം എന്ന് ആഗ്രഹിച്ചു. എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ പ്രയാസം. മറ്റൊന്നും കൊണ്ടുമല്ല, അദ്ദേഹം മലയാള ചലച്ചിത്രവേദിക്ക് വളരെ വളരെ ഉന്നതമായ സിനിമകൾ നൽകി. അതവിടെ ഇരിക്കട്ടെ. അത് മാത്രമല്ല, ഞങ്ങൾ 2 പേരും ഹരിഹരൻ സാറിന്റെ കൂടെ എൻ്റെ ആദ്യ സിനിമ, ആ സിനിമയ്ക്ക് അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ പഠിക്കാൻ, ഹരിപ്പോത്തന്റെ സിനിമയാണ്, ചെല്ലുമ്പോൾ ഇദ്ദേഹം ആ സിനിമയുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ. അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മൾ ആദ്യത്തെ 1 ആഴ്ച, 2 ആഴ്ച, 3 ആഴ്ചയൊക്കെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഇത് ഭയങ്കര ശ്രമകരമാണ്, ഇതൊന്നും നമുക്ക് ശരിയാവും തോന്നുന്നില്ല. ഞാനങ്ങനെ സത്യസന്ധമായിട്ട് പറഞ്ഞ സിനിമ വിട്ടാലോ എന്നൊക്കെ എങ്ങനെ ആലോചിക്കുമ്പോഴാണ് മോഹൻ എനിക്ക് തന്നൊരു കറേജ് ഉണ്ട്. ഭദ്രൻ, അങ്ങനെ ഒന്നും വിചാരിക്കരുത്, നമ്മൾ ഇതിനു വേണ്ടി പണിയെടുക്കുമ്പോൾ അതിന്റെ പ്രയോജനം നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ വളരെ എപ്പോഴും എനിക്കൊരു കറേജ് തന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പെട്ടെന്ന് പിൻകാലത്ത് ഞാൻ സംവിധായകനായി എന്റെ ആദ്യ സിനിമ തന്നെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്റെ സ്ഫടികം കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് 1000 വാക്കുകളായിരുന്നു. 14 എന്നെ കണ്ടാൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എങ്ങനെ സ്വന്തമായി സ്ക്രിപ്റ്റ് എഴുതി, ഒരിക്കലും ഞാൻ ഭദ്രനിലതെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ എന്നെ എപ്പോഴും അനുമോദിക്കുകയും എപ്പോഴും സ്നേഹിക്കുകയും എപ്പോഴും എന്നോട് ഞങ്ങൾ തമ്മിലൊരു ഒരു ബഹുമാനം എപ്പോഴും ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ 2 പേരും കൊലീഗ്സ് ആയിരുന്നു. ഹരിഹർ സാറിന്റെ ശിക്ഷണത്തിന് രാജഹംസം എന്ന സിനിമയിലായിരുന്നു എന്റെ തുടക്കം. അദ്ദേഹം ആ സിനിമയുടെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിബന്ധം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ്. പിന്നെ മാത്രമല്ല, ഇന്നസെന്റിന്റെ, ഡേവിഡ് കാഴ്ചപ്പള്ളിയുടെ ഒക്കെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് മോഹൻ ഞാൻ കേൾക്കുന്നതിൽ താമസിക്കുമ്പോൾ എന്റെ വീട്ടിൽ വരികയും ഞങ്ങൾ കണ്ടുമുട്ടിയൊക്കെ ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. എനിവേ, നമ്മൾ ജനിച്ചു പോയില്ലേ, അപ്പൊ മരിക്കുക എന്നുള്ളത് അതിന്റെ കൂടെ ഉള്ളതാണ്. ശ്രീ ഭദ്രൻ, അദ്ദേഹത്തിന്റെ സിനിമകൾ, അതിന്റെ പ്രത്യേകതകൾ കൂടി താങ്കൾ കാണുന്നതൊന്ന് പറയാമോ ഞങ്ങളോട്? എങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമകൾ, അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളെ താങ്കൾ എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങളോട് പറയാമോ? അതല്ലേ ഞാൻ പറഞ്ഞത്, ഫെന്റാസ്റ്റിക് സ്ക്രിപ്റ്റിങ്ങും അത് വെപ്പരാരോടുകൂടിയൊക്കെ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ വളരെ ഗംഭീരമായ സിനിമകളായിരുന്നു. അതിപ്പോ ഓരോ സിനിമകളെ കുറിച്ച് ഞാനിങ്ങനെ എണ്ണി തലനാരിക്ക് പറയാൻ പോയാൽ ഒത്തിരി ഫോണിൽ പറയേണ്ടി വരും. എന്തായാലും ശരി, പ്രത്യേകിച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ, ഒരു 3-4 സിനിമകളും വളരെ ഗംഭീരമായിരുന്നു. അതെന്നും അദ്ദേഹം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയെങ്കിലും സിനിമകൾ ഒരിക്കലും, അദ്ദേഹം ചെയ്ത സിനിമകൾ ഒരിക്കലും വിട പറഞ്ഞു പോവില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ.
എൺപതുകളുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ തിയേറ്ററിൽ എങ്ങനെ തിളങ്ങി നിന്നിരുന്നു? പ്രത്യേകിച്ച് സൂപ്പർ ഹിറ്റ് ആണ് എങ്കിലും ഒരു ക്ലാസിക് സിനിമകൾ മലയാളിക്ക് സമ്മാനിക്കുക, അത് മലയാളികളെ കൊണ്ട് ഉൾക്കൊള്ളുക, അതിൽ ആനന്ദം കൊള്ളുക, ഇതൊക്കെ സന്തോഷം പകരുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പ്രണയം നിറഞ്ഞിരുന്ന സിനിമകൾ, നല്ല പാട്ടുകൾ, സംഗീതം നിറഞ്ഞിരുന്ന സിനിമകൾ. അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സെലക്ഷൻ, പരിഗണന ഏതൊക്കെ കാര്യങ്ങളിലായിരുന്നു? അതെ, ഒരു സിനിമാ സംവിധായകന്റെ, പ്രത്യേകിച്ച് നല്ലൊരു സിനിമാ സംവിധായകന്റെ വർക്കിൽ പരാജയവും ജയവും ഒക്കെ വളരെ സർവ്വസാധാരണമാണ്, അല്ലേ? പക്ഷെ അദ്ദേഹത്തിന് സിനിമയിലും താൻ ചെയ്യുന്ന സിനിമയിലും ഒക്കെ ഒരു നിലപാടുണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പടം വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ശരി, അതിനൊരു ക്ലാസ് ആ ഒരു നിലവാരം മോഹൻ എപ്പോഴും നിലനിർത്തിയിരുന്നു. ഇപ്പൊ ചില സിനിമകളൊക്കെ തിയേറ്ററിനകത്ത് കൊണ്ടാടാതെ പോകുന്നത് വേറെ കാര്യം. പക്ഷെ എന്ത് സിനിമ എടുത്താലും ശരി, നമ്മൾ പറയില്ല എന്തൊരു പൊട്ട സിനിമയാ. ഒരിക്കലും അദ്ദേഹം ഒരു പൊട്ട സിനിമ ചെയ്തിട്ടില്ല, ഒരിക്കലും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. അതാ ഞാൻ പറഞ്ഞത്, സിനിമയോടും അതിന്റെ സ്ക്രിപ്റ്റിനോടും താൻ ചെയ്യുന്ന ആ ഒരു ആശയത്തോട് അദ്ദേഹത്തിന് അതിശക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്ന ഒരു സംവിധായകനായിരുന്നു. ഈ രണ്ട് പെൺകുട്ടികളൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ മലയാളി അല്ലെങ്കിൽ അത്തരത്തിലൊരു കാലഘട്ടത്തിൽ നിന്ന് അത്തരം ഒരു സിനിമ ചെയ്യുക ഒക്കെ വലിയ വ്യത്യസ്തമായ ഒരു കാര്യം, അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായി പലരും അന്ന് വിലയിരുത്തിയിരുന്നു. ഇന്നിപ്പോൾ അത് സ്വാഭാവികമായി എല്ലാവരും കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ, ആ പരിതസ്ഥിതിയിൽ അദ്ദേഹത്തിന്, താങ്കൾ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യം അതല്ലേ സംഭവിച്ചത്? അത് തീർച്ചയായും. ഈ രണ്ട് പെൺകുട്ടികൾ എന്ന സിനിമ സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ അതിന്റെ പ്രിവ്യൂ ആണ്, എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അത് ഫിലിം ചേംബർ തിയേറ്ററിലാണ് ഞാൻ എന്റെ പ്രിവ്യൂ കണ്ടത് ഓർക്കുന്നു. അതുപോലെ നമ്മൾ കണ്ട് ഇരുന്ന ഒരു സ്ഥിരം സെറ്റ് പാറ്റേണിൽ നിന്ന്, കാരണം സാധാരണ മലയാള സിനിമയ്ക്കൊരു സെറ്റ് പാറ്റേൺ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സെറ്റ് പാറ്റേണിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒന്ന് ചുവട് മാറ്റി വെച്ച്, അങ്ങനെ ഒരു സിനിമ എന്നെ അത്ഭുതപ്പെടുത്തി. അങ്ങനത്തെ ഒരു പ്രമേയവും, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നമ്മളെ അന്ന് ആ സിനിമ കണ്ടപ്പോൾ എനിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവം അതായിരുന്നു. യെസ്, ഞാൻ ചോദിച്ചാൽ താങ്കൾ അതിന് മറുപടി പറയുമോ എന്ന് എനിക്ക് ഉറപ്പില്ല, എങ്കിലും ചോദിക്കുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടം മാറുമ്പോൾ, സിനിമകൾ മാറുമ്പോൾ, സിനിമകളിൽ പലതും സംഭവിക്കുന്നു, സിനിമയ്ക്കകത്തും പുറത്തുമൊക്കെ സംഭവിക്കുന്നു. നമ്മളിപ്പോൾ വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ കൂടുതൽ അതാണ്. പക്ഷേ പലരും ഇപ്പോൾ അദ്ദേഹത്തെ ഓർമ്മ പുതുക്കാനൊക്കെ വിളിക്കുമ്പോൾ, ഞങ്ങളോട് സംസാരിക്കുമ്പോൾ, മോഹൻ സാർ എന്നുള്ള ഒരു ബഹുമാനം അദ്ദേഹത്തെ വെച്ചുകൊണ്ടാണ്, നിലനിർത്തിക്കൊണ്ടാണ് അവർ വലിയ വാക്കുകളിൽ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്താണ് ഇപ്പോൾ അദ്ദേഹം അങ്ങനെ ഏത് രീതിയിൽ സിനിമാ മേഖലയിൽ തുടർന്നു വന്നിരുന്നു? അദ്ദേഹത്തിന് നൽകിയിരുന്ന ബഹുമാനം സിനിമാ നടീനടന്മാരും പ്രവർത്തകരും ജനങ്ങൾ നൽകുന്നത് പോലെ നൽകിയിരുന്ന ഒരു അംഗീകാരവും ഒക്കെ എങ്ങനെയായിരുന്നു എന്നാണ് താങ്കൾ കാണുന്നത്? അത് സർവ്വസ്വാഭാവികമല്ലേ. മരിച്ചു കഴിയുമ്പം ശവത്തെ പിടിച്ച് അതിന്റെ കാൽച്ചോട്ടി പിടിച്ച് കരയുക എന്നൊക്കെ പറയുന്നതൊക്കെ സർവ്വസാധാരണമായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരുന്നവർ, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ അദ്ദേഹത്തിന്റെ അവസാനം വരെ അദ്ദേഹത്തോട് ഉണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. മരിച്ചു പോയതിനു ശേഷം, അതിപ്പോ എന്താണെന്നറിയോ, ആള് പോയതിനു ശേഷം സിനിമ അവിടെ നിൽക്കുമല്ലോ. അതിശക്തമായ പ്രമേയങ്ങളും വ്യത്യസ്ത സിനിമകളും ചെയ്തൊരു സംവിധായകന്റെ ഒരു സൃഷ്ടി അത് ലോകം മുഴുവത്തോളം കാലം നിൽക്കും. ഈ സംവിധായകൻ വിസ്മൃതിയിൽ ആണ്ടുപോയാലും സിനിമ പോവില്ല. സിനിമ ഉണ്ടാക്കി വെച്ചതിലൂടെ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, ആ ഇമ്പാക്ട് ഇങ്ങനെ അത് അവിടെ നിലനിൽക്കും. പക്ഷെ ആ വ്യക്തി എന്തെങ്കിലും ജീവിതത്തിനകത്തൊരു സെറ്റ് ഡൗൺ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട്, അതാ ഞാൻ നേരത്തെ തുടങ്ങി വെച്ചത് എങ്ങനെയായിരുന്നു, എനിക്കൊറ്റ ദുഃഖമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഭാര്യയെ ഞാൻ അടുത്ത കാലഘട്ടത്തിൽ എവിടെയോ വെച്ച് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഐ എം സോറി, ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് മോഹന്റെ, കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ കണ്ടംപററീസ് ആണ്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, അയ്യോ തീർച്ചയായിട്ടും ചേട്ടാ വരണം. എന്താ എനിക്കത് സംഭവിച്ചതെന്നറിയില്ല, എനിക്ക് അത് പോകാൻ പറ്റിയില്ല. അതിന്റെ ഒരു മനപ്രയാസം എനിക്കുണ്ട്. കാരണം എന്റെ തുടക്കകാലത്ത് ഞാൻ കാണുകയും ഒരു സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരുപക്ഷെ ഈ മേഖല ശരിയാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴൊക്കെ എന്നെ ആസ്പയർ ചെയ്തിട്ടുള്ള,
എന്നെ എപ്പോഴും ഇല്ലല്ല അയ്യോ അങ്ങനെ വരരുത്, ഇത്രയും ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഒക്കെ ഉള്ളതൊക്കെ സിനിമയുടെ ഒരു ജാതകമാണ്. നമ്മൾ തുടരണം, പഠിക്കണം, സിനിമ പഠിക്കണം. ഇപ്പൊ ഈ സെറ്റിലൊന്നും നമ്മൾ കാണുന്നൊന്നും അല്ല സിനിമ. അതല്ലാത്ത സിനിമകൾ നമ്മൾ കണ്ട് 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 പഠിക്കണം. പക്ഷെ മോഹന്റെ ആ ഒരു അഡ്വൈസ് ആയിരുന്നിരിക്കാം എന്റെ ആ തുടക്ക കാലഘട്ടത്തില് എന്തുമാത്രം ലോക ക്ലാസിക്കുകൾ അടക്കമുള്ള എന്തുമാത്രം സിനിമകളാണ് ആ കാലഘട്ടത്തിലുള്ള ഫിലിം ഫെസ്റ്റിവലിനൊക്കെ ഇങ്ങനെ ആരോടും പറയാതെ അവിടെ പോവുക, കാണുക എന്ന് പറയുന്ന ആ ഒരു കണ്ട് കണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ സിനിമ കൂടുതലും കണ്ട് കണ്ട് പഠിച്ച ഒരാളായിരിക്കാം. അതൊരു പക്ഷെ ആ കറേജ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഒരു ഒരു എന്താ പറയാ, നമ്മളെ പറയുന്നില്ല, ഒരു 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 ഒരാള് നമ്മളെ ഒരു വഴി ചൂണ്ടിയ പോലെ നിങ്ങൾ ആ വഴിക്ക് അത് സിനിമ കാണണം കാണണം കാണണം. പിന്നെ ഇതിൽക്കാലത്ത് എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പം മോഹൻ സിനിമ കണ്ടിട്ടുണ്ടോ, അത്രമാത്രം ഭ്രാന്തായിട്ട് ഞാൻ സിനിമ കാണുമായിരുന്നു. എനിവേ നമുക്ക് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടു. അതൊരു വലിയ വേദന തന്നെയാണ് ശ്രീ ഭദ്രൻ. ആ വേദനയിൽ മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഇപ്പോൾ വേദനിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി, യാഥാർത്ഥ്യമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. നന്ദി ശ്രീ ഭദ്രൻ, ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള സൗഹൃദം, വ്യക്തിബന്ധം ഓർത്തെടുത്തത്. ഇപ്പോൾ ശ്രീ പ്രേംചന്ദ് ചേരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനും സംവിധായകനുമൊക്കെയായ പ്രേംചന്ദ്. ശ്രീ ഭദ്രൻ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ട് കാണുമെന്ന് ഞാനും കരുതുകയാണ്. അദ്ദേഹത്തുമായിട്ട് മോഹനുമായി ഉണ്ടായിരുന്ന വ്യക്തിബന്ധമായ അടുപ്പം, അദ്ദേഹം ചെയ്തിരുന്ന സിനിമകളെ കുറിച്ച് അദ്ദേഹം വിലയിരുത്തുന്നു. ഒരു മോഹൻ സിനിമകൾ കണ്ടുപഠിക്കണം എന്ന് അദ്ദേഹം യുവതലമുറയോട് ആഹ്വാനം ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. എന്താണ് താങ്കൾക്ക് ഈ ഒരു ഘട്ടത്തിൽ ശ്രീ മോഹന്റെ സിനിമകളോട് പറയാനുള്ളത്? എന്തുകൊണ്ടും മോഹൻ സാറിന്റെ സിനിമകളെ ഞാനൊക്കെ സിനിമ കണ്ട് വളർന്നു വന്ന കാലത്ത് തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ച സിനിമകളാണ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും. മലയാളത്തിന്റെ മധ്യവർത്തി സിനിമകളിൽ പത്മരാജൻ മോഹൻ എന്ന പേര് ഒരു കാലത്ത് സിനിമാ ആരാധകരുടെ, സിനിമാ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് പേരുകളായിരുന്നു. വേർപിരിക്കാനാവാത്ത മട്ടിലുള്ള ഒരു തരം പേരാണ് പത്മരാജനും മോഹനും എന്നത്. അതിൽ എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്യാമ്പസ് കാലത്താണ് ശാലിനി എന്റെ കൂട്ടുകാരി എന്ന സിനിമ മോഹൻ സാർ സംവിധാനം ചെയ്യുന്നത്. പത്മരാജനായിരുന്നു അതിന്റെ തിരക്കഥ. അതിലും മനോഹരമായിട്ടുള്ള ഒരു 1978 ആ സിനിമ പുറത്തു വരുന്നത്. മലയാളത്തിൽ എടുക്കപ്പെട്ട ഏറ്റവും അതിമനോഹരമായ ക്യാമ്പസ് ചലച്ചിത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്റെ ആദ്യത്തെ ഉത്തരം ശാലിനി എന്റെ കൂട്ടുകാരി എന്നുള്ള സിനിമയാണ്. അതുപോലെ തന്നെ സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നാണ് മോഹൻ സാറിന്റെ രണ്ടു പെൺകുട്ടികൾ എന്ന സിനിമ. ജെൻഡർ ഇക്വേഷനെ തന്നെ മറികടക്കുന്ന മലയാള സിനിമയുടെ ചരിത്രത്തിൽ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള സൗഹൃദത്തെ ഏറ്റവും ആഴത്തിൽ പരിചരിച്ച ആദ്യത്തെയും എക്കാലത്തെയും മനോഹരമായ സിനിമകളിൽ ഒന്നാണ് രണ്ടു പെൺകുട്ടികൾ എന്ന സിനിമ. അതൊരു മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഏറ്റവും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നാണ് അത്. വ്യക്തിപരമായിട്ട് മോഹൻ സാറുമായി 2016 കേരള സംസ്ഥാന ഫിലിം അവാർഡിൽ മോഹൻ സാറായിരുന്നു ജൂറി ചെയർമാൻ. അതിലൊരു ജൂറി അംഗമായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ആ ഒരു സിനിമകൾ കാണുകയും സിനിമകൾ ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു അതുകൂടി ഞാനിവിടെ ഓർക്കുന്നു. വളരെ മലയാളത്തിലെ ക്ലാസിക് സംവിധായകർ എന്ന് പറയാവുന്ന സംവിധായകരുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു പേരാണ് മോഹൻ സാർ. നന്ദി ശ്രീ പ്രേംചന്ദ്, താങ്കൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തെടുത്തതിന്, താങ്കളുടെ അറിവുകൾ മലയാളികളോട്, മലയാളി സിനിമാ ആസ്വാദകരോട് പങ്കുവച്ചതിന്. ഞാൻ കമലേഷിലേക്ക് എത്തുകയാണ്. കമലേഷ്, എത്രയോ സംവിധായകർ ഇങ്ങനെ കടന്നുപോയിട്ടുണ്ട്, നമുക്ക് മുന്നിലൂടെ നടന്നു പോങ്ങിയിട്ടുണ്ട്. അവരുടെ കലാസംഭാവനകൾ മലയാളികൾക്ക് മുന്നിൽ അവർ സമർപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ ശ്രീ മോഹൻ കടന്നു പോകുമ്പോൾ ഒരു മോഹൻ ടച്ച് എന്ന് നമ്മൾ പത്മരാജൻ ടച്ച് എന്നൊക്കെ പറയുന്നത് പോലെ മോഹൻ പത്മരാജൻ കൂട്ടുകെട്ടൊക്കെ വലിയ
നല്ല സിനിമകൾ, കലാമൂല്യമുള്ള സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ചവരാണ്. ഓരോരുത്തരും കടന്നുപോകുമ്പോൾ, മോഹൻ കടന്നുപോയി അദ്ദേഹത്തിൻ്റെ വിരഹ വാർത്ത വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അയ്യോ, ഇദ്ദേഹത്തിൻ്റെ സിനിമയിലെ പാട്ടുകൾ, നമുക്ക് എല്ലാ വിവരങ്ങളും ഒരുപോലെ ഓർത്തെടുത്തുകൊണ്ട് നടക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അദ്ദേഹം കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട്, സിനിമയിലെ പാട്ട് ഇതായിരുന്നല്ലോ എന്ന് നമ്മൾ വീണ്ടും ഓർത്തെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇങ്ങനെയാണല്ലോ എന്ന് വീണ്ടും ഓർത്തെടുക്കുകയാണ്. അത് വീണ്ടും കാണാൻ ഉള്ളൊരു താല്പര്യം തോന്നുകയാണ്. അത്തരത്തിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ കലാസംഭാവനകളിലേക്ക്, അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലേക്ക്, അദ്ദേഹത്തിൻ്റെ സംവിധാന മികവിലേക്കൊക്കെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കമലേഷ് കാണുന്നത്? എങ്ങനെയാണ് ഫിജി, ഇപ്പോൾ നമ്മോട് സംസാരിച്ച സംവിധായകൻ ഭദ്രൻ അടക്കം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിയുമ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പുകഴ്ത്തിയും അല്ലെങ്കിൽ പ്രശംസിച്ചുമൊക്കെ ആളുകൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വലിയ സ്നേഹത്തോടെ ആളുകൾ സംസാരിക്കുന്നത് എന്നത് ഏറ്റവും ഈ മോഹൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി അതിനെ കാണേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം എന്നത് ഒരു പച്ചയായ സത്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് തന്നെയാണ് ഭദ്രൻ സൂചിപ്പിച്ചിട്ടുള്ളത്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചു എങ്കിൽ പോലും ആ നിലയിലുള്ളൊരു പരിഗണന അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ലഭിച്ചിട്ടുണ്ടോ എന്നത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇത് കേവലം ഒരു മോഹൻ എന്ന സംവിധായകൻ്റെ മാത്രം വിഷയമല്ല. നമുക്കിടയിലൂടെ കടന്നുപോയിട്ടുള്ള നിരവധിയായ ആളുകൾ, നേരത്തെ ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പ്രഗത്ഭരായ സംവിധായകർ, ചലച്ചിത്ര താരങ്ങൾ, മറ്റ് വിവിധ മേഖലകളിലുള്ള ആളുകളെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ സമൂഹത്തിനാകെ നിരവധിയായ കാര്യങ്ങൾ ചെയ്തു പോയിട്ട് കൂടി അവരുടെ അവസാന നാളുകളിൽ ആരാലും തിരിഞ്ഞു നോക്കപ്പെടാതെ ഒരു അനാഥരെ പോലെ കഴിയേണ്ടി വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ മരിച്ചു പോകുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ നിലയിലേക്ക് വളരെ ഒരു മോശം അനുഭവത്തിലൂടെയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളം മോഹൻ കടന്നുപോയിട്ടുള്ളത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു വർഷത്തോളമായി അദ്ദേഹം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെ കഴിയുകയായിരുന്നു, അസുഖബാധിതനായി തുടരുകയായിരുന്നു. ആ നിലയിലാണ് ഒടുവിൽ അന്ത്യം സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നേരത്തെ ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 80കളിലെ സംവിധായകരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകരുടെ പട്ടികയിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സംവിധായകനാണ് മോഹൻ. പി വേണു, അതുപോലെ തന്നെ ജോൺ പോൾ, അതുപോലെ നിരവധി ആളുകൾ, പത്മരാജൻ അടക്കമുള്ള ആളുകൾക്കൊപ്പം ജോലി ചെയ്യാനും അവർക്കൊപ്പം ചേർന്ന് ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാനും അതിൻ്റെ ഭാഗമായി നിരവധി ഹിറ്റുകൾ സൃഷ്ടിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ഓർമ്മകളിലൂടെ ആയിരിക്കും ഇനി ഈ മോഹൻ എന്ന സംവിധായകൻ ഈ മലയാള ചലച്ചിത്ര ആസ്വാദകരുടെ, സിനിമാ പ്രേമികളുടെ ഒക്കെ മനസ്സിൽ ബാക്കിയാവുക. ഫിജി, തീർച്ചയായും അദ്ദേഹം ചെയ്തു വെച്ച കലാസൃഷ്ടികൾ, കലാമൂല്യമുള്ള സിനിമകൾ, സിനിമകളിലെ പാട്ടുകൾ ഒക്കെ ആയിരിക്കും അദ്ദേഹത്തെ കൂടുതൽ. ഒരു സിനിമാ സംവിധായകനൊന്നും ഒരിക്കലും മരണമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അദ്ദേഹം ചെയ്തു വെച്ച ആ ഒരു ഏട് അത് എല്ലാ കാലത്തും നിലനിൽക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.